എൻ്റെ പേര് അബൂബക്കർ സിദ്ദീഖ് എന്നാണ്. ഞാൻ IIT മദ്രാസിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ BTech ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഈ മൊഡ്യൂൾ 9-ൽ ഫങ്ഷൻസ് എന്താണെന്നും അതിൻ്റെ ഉപയോഗങ്ങൾ എന്താണെന്നും ഉദാഹരണ സഹിതം വിശദീകരിക്കുന്നു. ഈ ലെക്ചർ ഫങ്ഷൻസ് എന്ന ടോപ്പിക്കിനെ പറ്റിയുള്ളതാണ്. ആദ്യം ഫങ്ഷൻസ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമ്മൾക്ക് എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. അതുവഴി മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഒരു ഇൻപുട്ട്, ഒരു യൂസർ ഒരു നമ്പർ കൊടുത്തു 5, 3, 2, 1. അപ്പൊ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് 8, 10, 11. ഇപ്പൊ ഇവിടെ ഒരു 5 കൂടി വരണമെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വരേണ്ടത് 5 + 3 8, 3 + 2 5 + 3 8, 5 + 3 + 2 10, 5 + 3 + 2 + 1 11. പിന്നെ അവസാനത്തെ കൂടി വരുന്നത് 5 + 3 + 2 + 1 + 5 16. ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മെത്തേഡ് വഴി അറേസ് ഉപയോഗിക്കാതെ സാധാരണ എഴുതുന്നത് ഒന്ന് നോക്കാം. ഈ പ്രോഗ്രാം എന്ത് ചെയ്യുന്ന ആദ്യം നോക്കാം. വോയിഡ് മെയിൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഓപ്പണിംഗ് ബ്രേസ്, പിന്നെ അതിനുശേഷം 4 വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. A, B, C, sum. ആദ്യം നമ്മൾ ഇൻപുട്ടിന് വേണ്ടി ആദ്യത്തെ മെസ്സേജ് പ്രിന്റ് എന്റർ ദ 3 നമ്പേഴ്സ്. ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ആദ്യം തന്നെ യൂസർ കാണുന്നത് എന്റർ ദ 3 നമ്പേഴ്സ് എന്ന് കാണും. അത് കഴിഞ്ഞ് പ്രോഗ്രാം വെയിറ്റ് ചെയ്യും യൂസർ 3 നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി. അത് ഇത് സ്കാൻ ചെയ്തെടുക്കുന്നു. അതിനുള്ള കോഡാണ് സ്കാൻ ഓഫ് A, B, C. ആദ്യത്തെ നമ്പർ എയിലേക്ക്, രണ്ടാമത്തെ നമ്പർ ബിയിലേക്ക്, മൂന്നാമത്തെ നമ്പർ സിയിലേക്കും ഇതിൽ സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം 4ാമത്തെ വേരിയബിൾ സം വരുന്നത് സം = A + B. അത് കഴിഞ്ഞ് നമ്മൾ അത് പ്രിന്റ് ചെയ്യുന്നു. പ്രിന്റ് ന്യൂ ലൈൻ സം. അപ്പൊ നെക്സ്റ്റ് ലൈൻ എന്റർ ദ 3 നമ്പേഴ്സ്. അത് കഴിഞ്ഞ് പുതിയ ലൈനില് സമ്മിന്റെ വാല്യൂ ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നു. ഇപ്പൊ 5 B3 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്റർ ദ 3 നമ്പേഴ്സ്. അടുത്ത ലൈനിൽ 8 എന്ന് കാണാം. അത് കഴിഞ്ഞ് നമ്മൾ സമ്മിന്റെ വാല്യൂ മാറ്റുകയാണ്. സം = സം + C. 5, 3, 2 ആണെന്നുണ്ടെങ്കിൽ 5 + 3 8. C 2 ആണെന്നുണ്ടെങ്കിൽ 5 + 3 + 2. അപ്പൊ സമ്മിന്റെ വാല്യൂ 10 ആയി. അടുത്ത ലൈനിൽ പ്രിന്റ് സം അഗൈൻ ന്യൂ ലൈൻ, പിന്നെയും ന്യൂ ലൈൻ വരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും സമ്മിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. അവിടെ 10 എന്ന് വന്നു. റിട്ടേൺ 0. ഈ പ്രോഗ്രാം ഇതിപ്പോ 3 വേരിയബിൾ യൂസർ ഇൻപുട്ട് ചെയ്യുകയാണെങ്കിലാണ്. ഇപ്പൊ ഇവിടെ 4ാമത്തെ വേരിയബിൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇനിയും ഒരു സ്റ്റെപ്പും കൂടെ വരും. സം = സം + C പോലെ ഇവിടെ അടുത്ത വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. അത് കഴിഞ്ഞ് സം = സം + C പ്രിന്റ്, ആ സമ്മിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെയും സം = സം + D എന്ന് വന്നതിന് ശേഷം പിന്നെയും പ്രിന്റ് ചെയ്യുക. റിട്ടേൺ 0. ഈ നമ്പർ കൂടുന്നതനുസരിച്ച് ഇതിന്റെ നമ്പറും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇപ്പൊ ഇതിനു ശേഷം പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ഒരാൾ അത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി കിടക്കുന്നതുകൊണ്ട് അയാൾക്ക് ആ പ്രോഗ്രാം പിന്നെ തിരുത്താനോ വേറെ ഒന്നും ചെയ്യാനോ അയാൾക്ക് പറ്റുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത്. അതിന് എന്തുകൊണ്ടാണ് ആ ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. നേരത്തെ കണ്ട പ്രോഗ്രാം പോലെ തന്നെ നേരത്തെ 3 നമ്പർ ഇൻപുട്ട് ചെയ്ത് 2 സം പ്രിന്റ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ ഇത്തവണ 5 നമ്പർ ഇൻപുട്ട് ചെയ്ത് 4 നമ്പർ ഔട്ട്പുട്ട് വരുന്നു. അതിനുള്ള പ്രോഗ്രാമാണ് ഇത്. ഫങ്ഷൻസ് എന്താണെന്ന് ആദ്യം ഒന്ന് പറയാം. പ്രിന്റ് സ്കാൻ ഓഫ്. ആദ്യം ഫങ്ഷൻസിന്റെ എക്സാമ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. പ്രിന്റ് സ്കാൻ ഓഫ് ഇതെല്ലാം ഫങ്ഷൻസ് ആണ്. പ്രിന്റ് കമ്പ്യൂട്ടറിനോട് പറയുന്നു പ്രിന്റ് യൂസർ പ്രോഗ്രാമർ പ്രിന്റ് ബ്രാക്കറ്റിനുള്ളിൽ എന്ത് തരുന്നു അത് പ്രിന്റ് ചെയ്യാൻ പ്രിന്റ് എന്ന് പറഞ്ഞ ഫങ്ഷൻ കമ്പ്യൂട്ടറിനോട് പറയുന്നു. അതേപോലെ സ്കാൻ ഓഫ് പറയുന്നു യൂസർ പ്രോഗ്രാമർ ഇൻപുട്ട് ചെയ്തത് റീഡ് ചെയ്യാനാണ് സ്കാൻ ഓഫ് എന്ന ഫങ്ഷൻ ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ഇതിലൊരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. അത് ഈ കേസിൽ സം എന്ന നമ്മൾ ആ ഫങ്ഷനെ വിളിക്കുകയാണ്. ഈ പ്രോഗ്രാം ഒന്ന് നോക്കാം. വേർഡ് മെയിൻ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ 5 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇത് A, B, C, D, E. ഈ ABCDയിലാണ് ഇൻപുട്ട് യൂസർ തരുന്ന 5 ഇൻപുട്ട് നമ്പറുകൾ നമ്മൾ സേവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് S ആണ് സം.
printf enter the 5 numbers scanf 5 numbers scan ചെയ്തു. അത് കഴിഞ്ഞ് ആദ്യത്തെ സ്റ്റെപ്പ് s is equal to sum of ab. ഇതിന്റെ sum of എന്ന് ഉള്ള ഒരു ഫംഗ്ഷൻ അത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഈ സം എന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എ ബി ആണ് നമ്മൾ സം എന്ന ഫംഗ്ഷന് വേണ്ടി കൊടുക്കുന്നത്. ഈ ഫംഗ്ഷന് കൊടുക്കുന്നതിന് നമ്മൾ പാസിംഗ് വാല്യൂസ് എന്ന് പറയും. എ ബി പാസിംഗ് വാല്യൂസ് ആയി നമ്മൾ സമ്മിന് കൊടുക്കുന്നു. സം എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ സം ഈ പ്രോഗ്രാം വോയിഡ് മെയിൻ അതിന്റെ ഓപ്പണിംഗ് ബ്രേസർ ക്ലോസിംഗ് ബ്രേസറും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. അതിൽ നമ്മൾ ഈ സം എന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യണമെന്ന് നമ്മൾ കൊടുക്കുക. ഈ കേസിൽ സം ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യും. അതിലേക്ക് വരാം. നമുക്ക് സം ഓഫ് എ ബി എന്ത് ചെയ്യുന്ന വെച്ചാൽ എ ബി എന്നുള്ളത് ആഡ് ചെയ്ത് അതിന്റെ സം സ്റ്റോർ ചെയ്ത് വെക്കും. s is equal to sum of ab എന്ന് പറയുമ്പോൾ ആ സ്റ്റോർ ചെയ്ത വാല്യൂ s ന് അസൈൻ ചെയ്യും. s ന് ആ വാല്യൂ കൊടുക്കും. അപ്പൊ s is equal to sum of ab എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ സം a plus b എന്ന വാല്യൂ s ന് കൊടുക്കും. അത് കഴിഞ്ഞ് അത് പ്രിന്റ് ന്യൂ ലൈനില് സം പ്രിന്റ് ചെയ്യും. പിന്നെയും s is equal to sum of sc. അപ്പൊ s ന്റെ വാല്യൂ പ്രീവിയസ് ഇതിനു മുമ്പ് s ന്റെ വാല്യൂ പ്ലസ് c ന്റെ വാല്യൂ അത് s ന് കൊടുക്കും. അത് കഴിഞ്ഞ് ആ വാല്യൂ പിന്നെയും പ്രിന്റ് ചെയ്യും. ഇങ്ങനെ sc അതുപോലെ s is equal to sum of sb അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ എല്ലാം ആഡ് ചെയ്ത് പ്രിന്റ് ചെയ്യും. ഞാൻ അതിനുശേഷം ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്ന് നോക്കാം. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് വോയിഡ് മെയിൻ എന്നുള്ള ഓപ്പണിംഗ് ബ്രേസർ ക്ലോസിംഗ് ബ്രേസർ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിഫൈൻ ചെയ്തു ഇന്റ് ഓഫ് സം എന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യേണ്ടത് ഒരു നമ്പർ ആണ്. അതുകൊണ്ട് നമ്മൾ അതിന് ഇന്റ് എന്ന് കൊടുത്തു. അപ്പൊ ഇന്റ് ഓഫ് സം ഈ പാസിംഗ് വാല്യൂസിന് നമ്മൾ ജനറൽ ആയിട്ട് രണ്ട് വേരിയബിൾ സ്റ്റോർ ചെയ്യുകയാണ്. ഇപ്പൊ പി എം ക്യൂ തന്നാൽ കമ്പ്യൂട്ടർ എന്ത് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ ആണ് ഇതിൽ കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് രണ്ട് വേരിയബിൾസ് എടുത്തു പിയും ക്യൂവും. അത് ഡിക്ലെയർ ചെയ്യാത്തത് കാരണം ഇവിടെ ഡിക്ലെയർ ചെയ്തു ഇന്റ് പി ഇന്റ് ക്യൂ. അത് കഴിഞ്ഞ് ഫംഗ്ഷൻ എന്ത് ചെയ്യണമെന്ന് നമ്മൾ ഇവിടെ എഴുതുകയാണ്. ഇനി ഈ പ്രോഗ്രാം ഇനി സം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. സം ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് ഇതിന് ശേഷം വരേണ്ടതാണ്. സം എന്ന വാല്യൂ റിട്ടേൺ ചെയ്യേണ്ടത് ഒരു ഇന്റിജർ ആണ്. അതായത് എ ബി സി ഡി ഇ എല്ലാം നമ്മൾ ഇന്റിജർ ആണെന്ന് അസ്യൂം ചെയ്യുകയാണ്. അപ്പൊ സമ്മും എ പ്ലസ് ബി അല്ലെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി ഇതെല്ലാം ഒരു ഇന്റിജർ വാല്യൂ ആണ് നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പൊ ഇന്റ് സം റിട്ടേൺ ചെയ്യേണ്ട വാല്യൂവും ഒരു ഇന്റിജർ ആണ്. അപ്പൊ ഇന്റ് സം അതിലുള്ള ജനറൽ വേരിയബിൾസ് പി എം ക്യൂവും. അതായത് പി എം ക്യൂവും എന്ന രണ്ട് വേരിയബിൾ കിട്ടിയാൽ ഫംഗ്ഷൻ എന്ത് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതേപോലെ തന്നെ രണ്ട് നമ്പർ കിട്ടിയാൽ ഫംഗ്ഷൻ എന്ത് ചെയ്യണമെന്ന് ഈ ഇൻസ്ട്രക്ഷൻ നോക്കിയാൽ കമ്പ്യൂട്ടർ മനസ്സിലാവും. ആ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇന്റ് സം അതാണ് സം എന്നുള്ള ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. സം ഇസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ. ഈ ഫംഗ്ഷന് കിട്ടുന്ന വാല്യൂ പിയും ക്യൂ ആണെന്ന് വിചാരിക്കുക. അപ്പൊ സം ഇസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. അപ്പൊ സമ്മിന്റെ വാല്യൂ പി പ്ലസ് ക്യൂ ആയി. എന്നിട്ട് ഈ ഫംഗ്ഷൻ തിരിച്ചു കൊടുക്കേണ്ട വാല്യൂ സം ഈസ് പി പ്ലസ് ക്യൂ എന്നതിന്റെ വാല്യൂ ആണ് തിരിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ എഴുതി റിട്ടേൺ സമ്മിന്റെ വാല്യൂ റിട്ടേൺ ചെയ്യുക. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം. s is equal to sum of ab എന്ന് പറയുമ്പോൾ ab ഇവിടെ p ക്കും q നും പകരം a ന്റെയും b ന്റെയും വാല്യൂ ഇവിടെ വരും. ഇന്റെ സം എന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതായത് സം is equal to a ന്റെയും b ന്റെയും വാല്യൂ ഇവിടെ ആഡ് ചെയ്തു. റിട്ടേൺ സം ആ a plus b വാല്യൂ ആണ് സം. അത് ഇങ്ങോട്ട് തിരിച്ചു കൊടുത്തു. അപ്പൊ s is equal to sum s is equal to ഇതിന്റെ വാല്യൂ ഇവിടെ വന്നു. a plus b എന്നതിന്റെ വാല്യൂ s ൽ സ്റ്റോർ ആയി. ഫംഗ്ഷൻ നെയിമും വേരിയബിൾ നെയിമും സെയിം ആണെന്ന് നിർബന്ധമില്ല. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മെയിൻ പ്രോഗ്രാം മെയിൻ എന്ന ഇതിൽ തുടങ്ങുന്നതിൽ നമ്മൾ ഫംഗ്ഷന് വേണ്ടി കൊടുക്കുന്ന വാല്യൂകളെ നമ്മൾ പാസിംഗ് വാല്യൂസ് എന്ന് പറയും. അതേപോലെ തന്നെ ഫംഗ്ഷൻ ഇവിടെ തന്നെ വോയിഡ് മെയിൻ കഴിഞ്ഞിട്ട് തന്നെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഫംഗ്ഷൻ വോയിഡ് മെയിനുള്ളിൽ തന്നെ ഇത്രയും ഭാഗം
ഇവിടെ കൊടുത്താലും ഫംഗ്ഷൻ ഒരു കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യും. അത് ഇവിടെ കൊടുക്കാം, ഇവിടെ കൊടുക്കാം, ഇവിടെ കൊടുത്താലും ഫംഗ്ഷൻ വർക്ക് ചെയ്യും. ഇനി ഈ എക്സാമ്പിൾ വെച്ച് തന്നെ ആയിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേറെ എക്സാമ്പിൾ കാണിക്കാം. ഇനി രണ്ട് തരം ഫംഗ്ഷൻ ആണ് ഉള്ളത്. ഒന്ന് ലൈബ്രറി ഫംഗ്ഷനും യൂസർ ഡിഫൈൻ ഫംഗ്ഷനും. ലൈബ്രറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ഓൾറെഡി ഉള്ള ഫംഗ്ഷൻസ്, എക്സാമ്പിൾ പ്രിന്റർ, സ്കാനർ, അതൊക്കെ. പ്രിന്റർ എന്നുള്ളത് കമ്പ്യൂട്ടറിന് പറയുന്നു ഈ പ്രോഗ്രാമർ ഇൻപുട്ട് ചെയ്ത സ്ട്രിംഗ് അല്ലെങ്കിൽ നമ്പേഴ്സിന്റെ സ്ട്രിംഗ് ആണ് എന്റർ ദി 5 നമ്പേഴ്സ്, ഒരു നമ്പറും ഉണ്ട്. ഇത് പ്രിന്റ് ചെയ്യാൻ പ്രിന്റർ എന്നുള്ള ഒരു ഫംഗ്ഷൻ കമ്പ്യൂട്ടറിൽ പറയുന്നു. അതേപോലെ തന്നെയാണ് സ്കാനർ. അതേപോലെ വേറെ കുറെ ഫംഗ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് അത് പറയാം, വരുമ്പോൾ പറയാം. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിനകത്ത് സം ഓഫ് എ ബി എന്നുള്ള ഒരു ഫംഗ്ഷൻ ഇല്ല, കമ്പ്യൂട്ടറിന് എ പ്ലസ് ബി എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. അതിനു മുമ്പ് ഈ പ്രോഗ്രാം നോക്കിയാൽ ഇത് ഇവിടെ ശരിക്കും എസ് ഇസ് ഈക്വൽ ടു സം ഓഫ് എ ബി, ഈ ഫംഗ്ഷന്റെ ആവശ്യമില്ല. വെറുതെ എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് കൊടുത്താലും ഫംഗ്ഷൻ ഈ പ്രോഗ്രാം വർക്ക് ചെയ്തോളും. പക്ഷെ എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി അത് യൂസറിന് വായിക്കാനും പറ്റും. പക്ഷെ ഇതുപോലെ ഇതിനേക്കാൾ കോംപ്ലക്സ് ആയിട്ട്, ഇതിനേക്കാളും പാടായിട്ടുള്ളതെല്ലാം ഇവിടെ ഇങ്ങനെ ഇപ്പൊ എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ അങ്ങനെയൊക്കെ കൊടുക്കുന്നത് പോലെ വലിയ വലിയ സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ ഇതിനു ശേഷം പിന്നെ ഒരു പ്രോഗ്രാമർ അതിന് നോക്കുക ചെയ്ത പ്രോഗ്രാമറിന് അത് തിരുത്താനോ അത് എന്താണെന്ന് മനസ്സിലാക്കാനോ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ പ്രോഗ്രാം പകുതിയായി കഴിയുമ്പോൾ ആലോചിക്കുന്നത് ഇവിടെ ഒരു തെറ്റ് പറ്റി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് തിരുത്താൻ നോക്കി കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്താൽ സം ഓഫ് എ ബി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എ പ്ലസ് ബി എന്നുള്ള ഫംഗ്ഷൻ ആണ് അത് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ നെയിമിംഗ്, ഇവിടെ സമ്മിന് പകരം നമുക്ക് എന്ത് ലെറ്ററുകൾ വേണം, ഇപ്പൊ എ ബി സി അങ്ങനെ കൊടുത്താലും എസ് എസ് സികളുടെ എ ബി സി ഓഫ് എ ബി എന്ന് പറഞ്ഞാലും ഫംഗ്ഷൻ വർക്ക് ചെയ്യും. പക്ഷെ നമ്മൾ പ്രോഗ്രാമർ പിന്നീട് നോക്കുമ്പോൾ മനസ്സിലാവണം ഇത് സം എന്നുള്ളത് കാണുമ്പോൾ തന്നെ മനസ്സിലാകണം ഇത് സം ആഡ് ചെയ്യുക എന്നതിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ സം ഉപയോഗിച്ചു. യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ പ്ലസ് ബി, എ പ്ലസ് എന്നുള്ള ഓപ്പറേഷൻ കമ്പ്യൂട്ടറിലുണ്ട്. സം ഓഫ് എ ബി ഇങ്ങനെ കൊടുക്കാവുന്ന ഫംഗ്ഷൻ കമ്പ്യൂട്ടറിൽ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് എടുത്ത് അത് ഡിഫൈൻ ചെയ്തത്. അതേപോലെ പ്രിന്റർ സ്കാനർ ഒന്നും നമ്മൾ വേറെ എടുത്ത് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ലൈബ്രറി ഫംഗ്ഷന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ സി പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് നമുക്ക് പ്രോഗ്രാം ചെയ്യുന്നതിനിടെ എ ബി എന്ന രണ്ട് വേരിയബിളിന്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. അതിന് ലൈബ്രറിയിൽ ഉള്ള ഒരു ഫംഗ്ഷൻ ആണ് sqrt ഓഫ് എ ബി. എ ബി അതിന്റെ സെപ്പറേറ്റ് വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് ബി. അത് എഴുതുന്നത് എങ്ങനെയാണ്? ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്ന് എഴുതുന്നത് പോലെ തന്നെ നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് math.h എന്നത് ഇൻക്ലൂഡ് ചെയ്യണം. അതിനുശേഷം എ എന്നൊരു വേരിയബിളിന്റെ സ്ക്വയർ റൂട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിൽ എഴുതുക sqrt a. ഇങ്ങനെ പ്രോഗ്രാമിന്റെ ഇടയിൽ ഇപ്പൊ ഒരു വേരിയബിൾ ബി എന്നതിനാണ് സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ b is equal to sqrt of x സ്ക്വയർ റൂട്ട് ഓഫ് a എന്നത് സ്റ്റോർ ചെയ്യുന്നു. അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഒരു വേരിയബിൾ a a raised to b എന്ന് സ്റ്റോർ ചെയ്യണം. ഇപ്പൊ c is equal to a raised to b. a സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ c is equal to a സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് c is equal to a star a എന്ന ഫംഗ്ഷൻ എഴുതാം. ഇപ്പൊ c is equal to a ക്യൂബ് ആണെന്നുണ്ടെങ്കിൽ c is equal to a star a എഴുതാം. പക്ഷെ നമ്മൾക്ക് അറിയില്ല അതിന്റെ പവർ എത്രയാണെന്ന്. അപ്പൊ നമുക്ക് എഴുതാം അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് c is equal to power of a. ഇതിന്റെ പവർ നമ്മൾ i എന്ന വേരിയബിൾ ആണ് എടുക്കുന്നതെങ്കിൽ പവർ ഓഫ് a
എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിവിടെ ഒരു ഫംഗ്ഷൻ, ഇതൊരു ലൈബ്രറി ഫംഗ്ഷൻ ആണ്. പവർ ഓഫ് എ ഐ. പവർ ഓഫ് എ ഐ എന്നുള്ള ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വേരിയബിളിന് സെക്കൻഡ് വേരിയബിൾ, ഇത് സികളുടെ പവർ ഓഫ് എ ഐ എന്ന് പറയുമ്പോൾ ഇവിടെ സ്റ്റോർ ആവുന്നത് എന്താണെന്ന് വെച്ചാൽ സി ഇസ് ഈക്വൽ ടു എ റേസ് ടു ഐ. പക്ഷെ സി ഇസ് ഈക്വൽ ടു പവർ ഓഫ് ഐ എന്ന് വന്നാൽ ഇവിടെ സ്റ്റോർ ആവുന്നത് സി ഇസ് ഈക്വൽ ടു ഐ റേസ് ടു എ. ഇതിൽ ഈ ഓർഡർ വെച്ച് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ഇനി നമുക്ക് വേറൊരു യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. സി ഇസ് ഈക്വൽ ടു എ സ്റ്റാർ എ. സി ഇസ് ഈക്വൽ ടു നമുക്ക് പ്രോഗ്രാമിനകത്ത് സി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതും സി ഇസ് ഈക്വൽ ടു എ സ്റ്റാർ എ. സി ഇസ് ഈക്വൽ ടു എ ക്യൂബ് എന്ന് വേണമെങ്കിൽ നമ്മൾ എഴുതും സി ഇസ് ഈക്വൽ ടു എ സ്റ്റാർ എ. പക്ഷെ നമുക്കറിയില്ല സി ഇസ് ഈക്വൽ ടു പ്രോഗ്രാമിൽ ഇടയ്ക്കായിരിക്കും വരുന്നത് സി ഇസ് ഈക്വൽ ടു എ റേസ് ടു 5, ചിലപ്പോൾ അത് എ റേസ് ടു 4 ആവും. അപ്പൊ നമ്മൾ അതിനു വേണ്ടി ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു, പവർ. സി ഇസ് ഈക്വൽ ടു പവർ ഓഫ് എ ഐ. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സിയിൽ സ്റ്റോർ ചെയ്യണം, സി ഇസ് ഈക്വൽ ടു എ റേസ് ടു ഐ എന്ന് സ്റ്റോർ ചെയ്യണം. അതിനുശേഷം പക്ഷെ ഇതിന്റെ ഓർഡർ നമ്മൾ ശ്രദ്ധിക്കണം. സി ഇസ് ഈക്വൽ ടു പവർ ഓഫ് ഐ എന്ന് വന്നാൽ ഇത് സ്റ്റോർ ചെയ്യുന്നത് സി ഇസ് ഈക്വൽ ടു ഐ റേസ് ടു എ എന്ന്. ഈ ഫംഗ്ഷൻ എങ്ങനെ എഴുതുന്നത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഈ ഒരു പ്രോഗ്രാം നോക്കാം. ആദ്യം തന്നെ ഹെഡർ ഫയൽസ്, അത് കഴിഞ്ഞ് ഇന്റെ പി ഇസ് ഈക്വൽ ടു 2 അതിൽ സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞ് വോയിഡ് മെയിൻ. ഈ പി ഇസ് ഈക്വൽ ടു 2 ഇതിലുള്ള ഏത് പ്രോഗ്രാമിനും ഇത് വാലിഡ് ആണ്. വോയിഡ് മെയിനിൽ സ്റ്റാർട്ട് ചെയ്തു, അത് കഴിഞ്ഞ് ഇന്റെ എ ഇസ് ഈക്വൽ ടു 3. അപ്പൊ എയിന് അവിടെ ഒരു വാല്യൂ കൊടുത്തു, പിന്നുള്ള പോലെ തന്നെ പിന് 2 കൊടുത്ത പോലെ തന്നെ എയിന് 3 എന്ന വാല്യൂ കൊടുത്തു. അത് കഴിഞ്ഞ് ഫംഗ്ഷൻ എ എന്നൊരു ഫംഗ്ഷൻ നമ്മ വിളിച്ചു, ആ ഫംഗ്ഷനെ വിളിച്ചു. ആ ഫംഗ്ഷൻ ആണ് ഇത്. അതില് അപ്പൊ ഇന്റെ എ ഇസ് ഈക്വൽ ടു 3 കഴിഞ്ഞ് എ പാസിംഗ് വാല്യൂ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ വന്നു. ആ ഫംഗ്ഷൻ നോക്കാം. ആ ഫംഗ്ഷന്റെ ജനറൽ വേരിയബിൾ ബി എടുത്തു. പക്ഷെ ബിന്റെ വാല്യൂ നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ബി ഇസ് ഈക്വൽ ടു 5 എന്ന് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം പ്രിന്റ് എഫ് ബി പ്രിന്റ് ചെയ്തു. ഈ സ്റ്റേറ്റ്മെന്റ് എന്തിനാണെന്ന് വെച്ചാൽ എയിന് എന്ത് വാല്യൂ കൊടുത്താലും ബിന്റെ വാല്യൂ 5 തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ വന്നാലും 5 ആണ്. ഇനി പ്രിന്റ് എഫ് കൊടുത്താൽ ന്യൂ ലൈൻ വന്ന് എയിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യും. എയിന്റെ വാല്യൂ പക്ഷെ പ്രിന്റ് ചെയ്യുമ്പോൾ ഇവിടെ എല്ലാവർക്കും തോന്നുന്ന പോലെ ഇവിടെ വന്നിട്ട് എ ബിന്റെ സ്ഥാനത്ത് വന്ന് എ 5 ആവുകയല്ല, പകരം എ അവിടെ തന്നെ. ഇവിടെ ഫംഗ്ഷന്റെ ഇതോടെ കഴിഞ്ഞു. പക്ഷെ എയിന്റെ വാല്യൂ ഇവിടെ 3 തന്നെയാണ്. ഇവിടെ പ്രിന്റ് ചെയ്ത് വരുന്നത് എ ഇസ് ഈക്വൽ ടു 3 എന്നാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ലൈനിൽ പ്രിന്റ് എഫ് ന്യൂ ലൈനിൽ പിന്റെ വാല്യൂ 2. അപ്പൊ ഇവിടെ ഔട്ട്പുട്ട് വരുന്നത് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് വരുന്നത് ആദ്യം തന്നെ ബി പ്രിന്റ് ചെയ്യും. അപ്പൊ അത് 5. അത് കഴിഞ്ഞ് ന്യൂ ലൈനിൽ എ പ്രിന്റ് ചെയ്യും 3. അത് കഴിഞ്ഞ് പി പ്രിന്റ് ചെയ്യും 2. ഇനി ഇവിടെ പ്രിന്റ് പി കൊടുത്താൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ലൈനിൽ ഇവിടെ നമ്മൾ പ്രിന്റ് പി കൊടുത്താൽ ഇവിടെ പിന്റെ വാല്യൂ മെയിനിന്റെ ഉള്ളിലുള്ള കണ്ടന്റ്സിന് ഉപയോഗിക്കാം, പാരാമീറ്റേഴ്സിന്റെ സ്റ്റേറ്റ്മെന്റ്സിനൊക്കെ ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഈ ഫംഗ്ഷന്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ്സിനും പിന്റെ വാല്യൂ ഉപയോഗിക്കാം. കാരണം പി ജനറലായിട്ട് ഗ്ലോബലായി ഡിക്ലെയർ ചെയ്തൊരു സംഭവമാണ്. ഗ്ലോബലായി ഡിക്ലെയർ ചെയ്തത് കാരണം പി എന്നുള്ള വേരിയബിളിന്റെ വാല്യൂ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ പ്രിന്റ് പി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 5 കഴിഞ്ഞ് ഇവിടെ ഒരു 2 കൂടി ഇവിടെ വരും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ സ്റ്റേറ്റ്മെന്റ്സ് അതേപോലെ കണ്ടിന്യൂ ചെയ്യും. ഇനി അതേസമയം ഇവിടെ പ്രിന്റ് എ എന്ന് കൊടുത്താൽ എറർ കാണിക്കും. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഇന്റ് എ എന്നുള്ളത് മെയിൻ ഈ ഓപ്പണിംഗ് ബ്രേസറിന്റെയും ക്ലോസിംഗ് ബ്രേസറിന്റെയും ഇടയിലുള്ള സ്റ്റേറ്റ്മെന്റ്സിന് മാത്രമേ എ ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ. ഇവിടെ പ്രിന്റ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷന് എ എന്താണെന്ന് അറിഞ്ഞൂടെ, എ ഇന്റിജർ ആണോ, എ ക്യാരക്ടർ ആണോ,
എന്താണെന്ന് ഇതിന് ഫംഗ്ഷൻ അറിഞ്ഞൂടാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ നോക്കുന്നത് ഇത്രയും ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ഈ ഭാഗത്ത് എ എന്നുള്ളൊരു വേരിയബിൾ ഇല്ല. ഈ എ ഇവിടെ ഉപയോഗിക്കാൻ പറ്റൂല. പക്ഷെ പി ഗ്ലോബൽ ആയിട്ട് ഡിക്ലെയർ ചെയ്തതാണ്. അതായത് ഈ പ്രോഗ്രാമിൽ എവിടെയൊക്കെ റൈറ്റ് ചെയ്തതിനും പിന്റെ വാല്യൂ ഉപയോഗിക്കാം. അതുകൊണ്ട് ഇവിടെ പ്രിന്റ് എഫ് കൊടുത്താൽ ഇവിടെ പി വരും, പിന്റെ വാല്യൂ വരും. പക്ഷെ പ്രിന്റ് എഫ് എ കൊടുത്താൽ ഇവിടെ എറർ വരും. അതേപോലെ തന്നെ ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇവിടെ പ്രിന്റ് എഫ് ബി കൊടുത്താലും ഇവിടെ എറർ വരും. കാരണം എന്താ വെച്ചാൽ മെയിനില് ബി എന്നുള്ള ഒരു വേരിയബിൾ ഇല്ല. അതുകൊണ്ട് പ്രിന്റ് എഫ് ബി എന്ന് കൊടുത്താൽ എറർ വരും. ഇനി ഇതേപോലെ തന്നെ വോയിഡ് ഫംഗ്ഷൻ ഇൻറ്റ് ബിയില് ബി എന്ന് കൊടുക്കണമെന്നില്ല. അതിന് പകരം എ എന്ന് കൊടുത്താലും ക്ലാഷ് വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഒരു പ്രോഗ്രാമിന്റെ ഇടയിൽ ഇവിടെ വേറൊരു പ്രിന്റ് എ എന്ന് ഒരെണ്ണം ഡിക്ലെയർ ചെയ്താൽ എല്ലാം കൂടി മിക്സപ്പ് ആയി പോവും, പ്രോഗ്രാം എറർ സംഭവിക്കും. പക്ഷെ അത് ഇവിടെ പറ്റൂല. കാരണം എന്താ വെച്ചാൽ ഈ ഫംഗ്ഷൻ നോക്കുന്നിടത്തോളം എ എന്നുള്ള ഒരു സംഭവം ഇവിടെ ഇല്ല, എ എന്നുള്ള ഒരു വേരിയബിൾ ഇവിടെ ഇല്ല. ഇത് നോക്കുന്നിടത്തോളം ബി എന്നുള്ള വേരിയബിൾ ഇതിലും ഇല്ല. അതുകൊണ്ട് ഇവിടെ ബി ഉപയോഗിക്കാം, ഇവിടെ എ ഉപയോഗിക്കാം. പക്ഷെ സാധാരണ പ്രോഗ്രാമേഴ്സ് അത് ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാരണം പ്രോഗ്രാമേഴ്സ് എല്ലാവരും ഡിഫറെന്റ് വേരിയബിൾസ് അല്ലെങ്കിൽ A1 A2 ആണ് എടുക്കുന്നത്. ഇനി നേരത്തെ പോലെ തന്നെ ഒരു പ്രോഗ്രാം, ഇവിടെ ഒരു ഡാറ്റ ടൈപ്പ് മെയിൻ, ഇത് ഇൻഡ് ആവാം, വോയിഡ് ആവാം. ഒരു മെയിൻ പ്രോഗ്രാമിന്റെ മെയിൻ ഭാഗം, മെയിൻ പാർട്ട്, അത് കഴിഞ്ഞ് ഫങ്ഷൻ പാർട്ട്. ഇത് കഴിഞ്ഞാൽ ഇനി നേരത്തെ നോക്കിയപ്പോൾ എയും ബിയും, ഇവിടുത്തെ ബിന്റെ വാല്യൂ ഇവിടെ പ്രിന്റ് ബി എന്ന് കൊടുത്താൽ വരില്ലായിരുന്നു. അത് മാറ്റാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫങ്ഷൻ നമുക്ക് ഇവിടെ ഈ ക്ലോസിംഗ് ബ്രേസർ കഴിയണതിന് വരെ മെയിനിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഡിക്ലെയർ ചെയ്താൽ ബിന്റെ വാല്യൂ ഇവിടെ എവിടെ വേണമെങ്കിലും പ്രിന്റ് ചെയ്യാം, ഫംഗ്ഷന്റെ പുറത്ത്. പക്ഷേ അതേപോലെ തന്നെ എന്റെ വാല്യൂ ഇവിടെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫംഗ്ഷനിലും ഉപയോഗിക്കാം, എറർ കാണിക്കില്ല. അതേപോലെ തന്നെ ഇതിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നത് ജനറൽ ആയിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ ഫംഗ്ഷൻ ഇവിടെ ചെയ്യുന്നതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വേറൊരു ഫംഗ്ഷൻ, ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ ഇതിന്റെ ഉള്ളിലുണ്ട്, വേറൊരു ഫംഗ്ഷൻ ഇതിന്റെ പുറത്തുമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ മെയിൻ പാർട്ടിന്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ്സിന് മാത്രമേ ഇവിടുത്തെ ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. എക്സാമ്പിൾ കാണാം. ഇനി നമുക്ക് വേറൊരു പ്രോഗ്രാം നോക്കാം. ഈ പ്രോഗ്രാം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ യൂസർ തരുന്ന 3 നമ്പർ, ഇപ്പോൾ അത് 1 2 3 ആണെന്നുണ്ടെങ്കിൽ, പ്രോഗ്രാം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യത്തെ 2 നമ്പർ ആഡ് ചെയ്യുക, 1 + 2 3. അത് കഴിഞ്ഞ് ഇനി നമുക്ക് വേറൊരു പ്രോഗ്രാം നോക്കാം. യൂസർ 3 നമ്പർ ഇൻപുട്ട് ചെയ്തു. ഒരു ഉദാഹരണത്തിന് 1 2 3. പ്രോഗ്രാം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യത്തെ 2 നമ്പറുകൾ ആഡ് ചെയ്യുക, അതായത് 1 + 2 3. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ മൂന്നാമത്തെ നമ്പറുമായി ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, 3 × 3 = 9. എന്നിട്ട് മൂന്നാമത്തെ നമ്പറായിട്ട് തന്നെ ഒന്നും കൂടി ആഡ് ചെയ്യുക, +3 12. അപ്പൊ അതായത് ABC കൊടുക്കുകയാണെങ്കിൽ ആൻസർ വരേണ്ടത് A + B × C + C. ഇതാണ് നമുക്ക് കിട്ടേണ്ട ആൻസർ. ഇതിനു വേണ്ടി എഴുതിയേക്കുന്ന പ്രോഗ്രാമാണ് ഈ കാണുന്നത്. ഇതിന് ആദ്യം തന്നെ ഇത്രയും വേരിയബിൾ ABC, sum1, sum2, ആൻസർ ഡിക്ലെയർ ചെയ്തു. നമ്മൾ ഈ പ്രോഗ്രാം എങ്ങനെ എഴുതാൻ പോകുന്ന വെച്ചാൽ സം എന്നുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ പ്രോഗ്രാമിന്റെ മെയിനിന്റെ ഉള്ളിൽ തന്നെ സം എന്നുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. പിന്നെ മെയിനിന് പുറത്ത് പ്രൊഡക്റ്റ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു. ഇത് ചെയ്തത് എന്തിനാണെന്ന് പറയാം. ആദ്യം തന്നെ ഇൻഡ് സം ABC എടുത്തു, എന്നിട്ട് ഫംഗ്ഷൻ എഴുതി ഇൻഡ് സം ഇൻഡ് എക്സ് വൈ ആണ് ജനറൽ വേരിയബിൾസ്. സം1 = x + y. വേറെ ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇവിടെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
സം 1 is equal to x plus y, റിട്ടേൺ ചെയ്യേണ്ട വാല്യൂ സം 1. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രിന്റ് ചെയ്യുകയാണ്. എൻ്റെ 3 നമ്പേഴ്സ് സ്കാൻ ചെയ്യുന്നു, ABC സ്കാൻ ചെയ്ത് കിട്ടി. അത് കഴിഞ്ഞിട്ട് എഴുതുകയാണ് സം 2 is സം ഓഫ് AB. ഇതിൽ നിന്ന് സം ഓഫ് AB കിട്ടി. ഈ ഫംഗ്ഷനിൽ നിന്ന് സം 2 is equal to a plus b എന്ന് വന്ന്. അതിനുശേഷം ആൻസർ is equal to PRS. PRS എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രൊഡക്റ്റ് ആൻഡ് സം. അതായത് ഈ സം ഇൻറ്റു ഇതിന്റെ പ്രൊഡക്റ്റ് എ പ്ലസ് ബി ഇൻറ്റു സി, ഇതിന്റെ പ്രൊഡക്റ്റ് പ്ലസ് സി, പ്രൊഡക്റ്റും ഒരു സമ്മും. PRS എന്താണെന്ന് വെച്ചാൽ ഈ സമ്മ് എ പ്ലസ് ബി എന്ന സമ്മുമായിട്ട് മൂന്നാമത്തെ വേരിയബിളിനെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആ വേരിയബിൾ കൊണ്ട് തന്നെ ആഡ് ചെയ്യുക. അതുകൊണ്ട് പ്രൊഡക്റ്റ് സം PRS. ആൻസർ ഇസ് ഈക്വൽ ടു PRS ഓഫ് സം ടു സി. എന്നിട്ട് ഫൈനൽ പ്രിന്റ് ചെയ്യേണ്ടത് പ്രിന്റ് എഫ് ആൻസർ പ്രിന്റ് ചെയ്യുക. ഇനി PRS എന്ന ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇന്റെ PRS ജനറൽ വേരിയബിൾസ് PQ, അതിലുള്ള രണ്ട് വേരിയബിൾ PR ആൻഡ് സം. ഇന്റെ PR സം. എന്നിട്ട് നമ്മൾ എടുത്തിരിക്കുന്നു PR is equal to P into Q. ഈ രണ്ട്, അതായത് ഇവിടെ എന്ത് വരും, സം 2 into C ആയിരിക്കും ഇവിടെ വരുന്നത്. ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ സം 2 into C. സം is equal to ആ കിട്ടിയ പ്രൊഡക്റ്റ് പ്ലസ് ഇത്, അതായത് തേർഡ് വേരിയബിൾ, അതെന്തുവാ, അത് ഇതില് Q. ഇവിടെ C വരും, അത് ഇവിടെ Q. അപ്പൊ പ്രൊഡക്റ്റ് പ്ലസ് C, പ്രൊഡക്റ്റ് പ്ലസ് Q. എന്നിട്ട് റിട്ടേൺ സം റിട്ടേൺ ചെയ്യും. ഇനി ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയതെന്ന് ചോദിച്ചാൽ, ആദ്യം തന്നെ ഇവിടെ സം is equal to PR plus Qന് പകരം സം is equal to സം ഓഫ് PR, Q എന്നിട്ടാൽ ഈ പ്രോഗ്രാം വർക്ക് ചെയ്യില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഈ സം എന്നുള്ള ഫംഗ്ഷൻ മെയിനിന്റെ ഉള്ളിൽ ഉള്ള സ്റ്റേറ്റ്മെന്റ്സിന് മാത്രമേ ഈ ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഫംഗ്ഷൻ ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് വേറെ ഫംഗ്ഷൻ കോൾ ചെയ്യാം, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവാം. ഇനി നമുക്ക് വേറൊരു പ്രോഗ്രാം നോക്കാം. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഒരു നമ്പർ A ആണെന്നുണ്ടെങ്കിൽ, A എന്നുള്ള ഒരു നമ്പർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് കിട്ടേണ്ടത് A² ഡിവൈഡഡ് ബൈ A plus 5. ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു പ്രോഗ്രാം നമുക്ക് ഉണ്ടാക്കണം. അതിന് ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിനു മുമ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഫംഗ്ഷൻ ഇതിന് മൊത്തം ഈ ഓപ്പറേഷൻ മൊത്തം ചെയ്യാനുള്ള ഒരു ഫംഗ്ഷന് നമ്മൾ OP എന്നുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. അത് ഇവിടെയുണ്ട് OP. അത് കഴിഞ്ഞ് അതേപോലെ തന്നെ A plus 5 എന്നതിന് വേണ്ടി വേറൊരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. അത് സം എന്ന് നമ്മൾ അതിനെ നെയിം ചെയ്തു. ഇനി വോയിഡ് മെയിനിൽ സ്റ്റാർട്ട് ചെയ്തു. ഇൻറ്റ് AB രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് പ്രിന്റ് എഫ് എൻ്റർ ദ നമ്പർ. എന്നിട്ട് യൂസർ ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ആ നമ്പർ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ എയിന് ആ വാല്യൂ സ്റ്റോർ ചെയ്യും. എന്നിട്ട് B is equal to ഓപ്പറേഷൻ ഇൻ എയിലുള്ള ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്, ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ A² by A plus 5. ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ B ആയിട്ട് എടുത്തു. എന്നിട്ട് പ്രിന്റ് എഫ് B പ്രിന്റ് ചെയ്യുക. ഇതാണ് ഫംഗ്ഷന്റെ മെയിൻ പാർട്ട്. അത് കഴിഞ്ഞ് നമ്മ അടുത്ത ഫംഗ്ഷൻ സം ഇൻഡ് സം ഓഫ് P ഇൻഡ് സം ഓഫ് ഇൻഡ് P ഇൻഡ് സം ഓഫ് ഇൻഡ് P ഓപ്പണിംഗ് ബ്രേസസ് ഇൻഡ് സം എന്നുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. സം ഇസ് ഈക്വൽ ടു P plus 5. P plus 5 എന്ന സമ്മിന് നമ്മൾ വാല്യൂ കൊടുത്തു. സം റിട്ടേൺ ചെയ്യുക. സം എന്നുള്ള ഫംഗ്ഷന് P എന്നുള്ള ഒരു വേരിയബിൾ കിട്ടിയാൽ, P ജനറൽ വേരിയബിൾ ആണ് ഇവിടെ, P എന്നുള്ള ഒരു വേരിയബിൾ കിട്ടിയാൽ P plus 5 റിട്ടേൺ ചെയ്യുക. അതാണ് ഈ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ അത് കഴിഞ്ഞ് ഇൻഡോ OP വേറൊരു ഫംഗ്ഷൻ അത് ഡിക്ലെയർ ചെയ്തു. ഇൻഡ് SQ എന്ന് നമ്മൾ ഉദ്ദേശിച്ചത് സ്ക്വയർ, അതായത് A² വേണ്ടി കിട്ടാനുള്ള വേരിയബിള് DEN എന്നുള്ള ഉദ്ദേശിച്ചത് ഡിനോമിനേറ്റർ A plus 5. ആൻസർ എന്ന് പറഞ്ഞാൽ ഇത് റിട്ടേൺ ചെയ്യാവുന്ന വാല്യൂ ആണ് നമുക്ക് പ്രിന്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ആൻസറിന് കൊടുത്തു. SQ is equal to B*B, അതായത് B into B. SQ ന് B² എന്നുള്ള വാല്യൂ കിട്ടി.
ബി ആണ് ജനറൽ വേരിയബിൾ. അത് കഴിഞ്ഞ് ഡിനോമിനേറ്റർ ഇസ് ഈക്വൽ ടു സം ഓഫ് ബി. സം ഓഫ് ബി എന്ന് നമ്മൾ ഉദ്ദേശിച്ചത് ആ ഫംഗ്ഷൻ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. സം ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിനോമിനേറ്റർ ഇസ് ഈക്വൽ ടു ബി പ്ലസ് 5 എന്നിവിടെ വരും. അത് കഴിഞ്ഞ് ആൻസർ ഇസ് ഈക്വൽ ടു SQ ബൈ DEN, ഡിനോമിനേറ്റർ സ്ക്വയർ ബൈ ഡിനോമിനേറ്റർ. സ്ക്വയർ എന്താണ്, ബി സ്ക്വയർ. ഡിനോമിനേറ്റർ എന്താണ്, ബി പ്ലസ് 5. അപ്പൊ സ്ക്വയർ ബൈ ഡി പ്ലസ് 5, ബി സ്ക്വയർ ബൈ ബി പ്ലസ് 5 കഴിയുമ്പോൾ ആൻസർ കിട്ടി. ആൻസർ റിട്ടേൺ ചെയ്തു. അത് കഴിയുമ്പോൾ ബിന് ആ വാല്യൂ കിട്ടി. ഈ ഓപ്പറേഷൻ കഴിയുമ്പോൾ ഈ വാല്യൂ ബിന് കിട്ടി. അത് കഴിഞ്ഞ് പ്രിന്റ് ബി എന്നുള്ള വാല്യൂ കൊടുത്തു. ഇനി നമുക്ക് വേറൊരു പ്രോഗ്രാം നോക്കാം. യൂസർ ഇൻപുട്ട് ചെയ്യുന്ന ഒരു നമ്പർ, ഒരു ഇൻഡിജർ, അത് എ ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വരേണ്ടത് A² ബൈ A+5. അപ്പൊ ഇത് ഡെസിമൽ ആവാം, ഇൻഡിജർ ആവാം. ഇപ്പൊ 5 ഇടാണെന്നുണ്ടെങ്കിൽ 5², 25 ബൈ 5+5 10, 25 ബൈ 10 2.5. അപ്പൊ അത് ഡെസിമൽ ആവാം, എന്തും ആവാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ യൂസർ ഇൻപുട്ട് ചെയ്യുന്നത് ഇൻഡിജർ ആയതുകൊണ്ട് ഇൻഡ് എ ഫ്ലോട്ട് ബി ആണ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞ് പ്രിന്റ് എൻ്റർ ദ നമ്പർ, യൂസറിന്റെ അടുത്ത് നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് സ്കാൻ ചെയ്യുക, ആ നമ്പർ ഇത് സ്കാൻ ചെയ്തു. അത് കഴിഞ്ഞ് ബി ഈസ് ഈക്വൽ ടു ഓപ്പറേഷൻ ഇൻ എ. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രോഗ്രാം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2 വഴിയാണ്. ഒന്ന് A+5 എന്ന് കിട്ടാനുള്ളത് ഒരു ഫംഗ്ഷൻ ആക്കുക. അതിനെ ഞാൻ ഇപ്പൊ ഇവിടെ നെയിം ചെയ്യുന്നത് സം A+5. പിന്നെ A² വേറൊരു ഫംഗ്ഷൻ ആക്കുക. അല്ല, A² ബൈ A+5 എന്ന് ടോട്ടൽ ആയിട്ട് ചെയ്യുന്നതിനെ വേറൊരു ഫംഗ്ഷൻ ആക്കുക. ഇത് ഓപ്പറേഷൻ എന്നെടുത്ത് ഞാൻ അതിനെ നെയിം ചെയ്യുന്നത് OP. അത് കഴിഞ്ഞ് പ്രോഗ്രാം നോക്കാം. ബി ഈസ് ഈക്വൽ ടു ഓപ്പറേഷൻ ഓഫ് എ. അതായത് എയിൽ ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്നതാണ് ബി എന്ന് നമ്മൾ എടുത്തു. എന്നിട്ട് മെയിൻ്റെ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ വെച്ചാൽ പ്രിന്റ് ബി പ്രിന്റ് ചെയ്യുന്നതോടുകൂടി ആൻസർ ആയി കിട്ടി. ഇനി ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്ത് നോക്കാം. അടുത്ത ഫംഗ്ഷൻ സം എന്ന് ഉദ്ദേശിച്ചത് ഒരു വേരിയബിൾ കിട്ടിയാൽ അതിനെ A+5 എന്ന് ചെയ്യണം. അപ്പൊ ഇൻഡ് സം നമ്മൾ തന്നെ സം എന്നുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് സമ്മിനുള്ള വാല്യൂ P+5. സമ്മിനുള്ള ജനറൽ വേരിയബിൾ P ആണ്. അപ്പൊ സമ്മിന്റെ വാല്യൂ P+5. അത് കഴിഞ്ഞ് ഇത് റിട്ടേൺ ചെയ്യേണ്ട വാല്യൂ ഈ P+5 എന്ന വാല്യൂ, അതായത് സമ്മിന്റെ വാല്യൂ ഇത് റിട്ടേൺ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇനി ഓപ്പറേഷന്റെ ഇത് നോക്കാം. ഇത് ഫ്ലോട്ട് ഓപ്പറേഷൻ ആണ്. കാരണം എന്താ വെച്ചാൽ ഫൈനൽ ആൻസർ റിട്ടേൺ ചെയ്യുമ്പോൾ ഡെസിമൽ ആവാം. അതുകൊണ്ട് അത് ഫ്ലോട്ട് ഓപ്പറേഷൻ ആണ്. ഡാറ്റ ടൈപ്പ് ഫ്ലോട്ട് ആണ്. അതിലുള്ള വേരിയബിൾ എന്താ വെച്ചാൽ പക്ഷേ ഇന്റിജർ ആണ് ബി. ഉണ്ട് ഇന്റിജർ ഇതിലുള്ള വേരിയബിൾസ് സ്ക്വയർ. ഈ A² കിട്ടുന്ന വാല്യൂനെ ഞാൻ SQ എന്ന് ഇട്ട്, അപ്പൊ സ്ക്വയർ. പിന്നെ DEN ഉദ്ദേശിച്ചത് ഡിനോമിനേറ്റർ A+5. ഫ്ലോട്ട് ആൻസർ. ഇത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് ആൻസർ അത് ഫ്ലോട്ട് ആയിരിക്കണം. കാരണം എന്താന്ന് വെച്ചാൽ ഇത് ഡെസിമൽ ആവാം. അതുകൊണ്ട് സ്ക്വയർ ഇസ് ഈക്വൽ ടു B*B. അത് B*B അതായത് B². ഡിനോമിനേറ്റർ ഇസ് ഈക്വൽ ടു സം ഓഫ് ബി. ഞാൻ പറഞ്ഞ പോലെ തന്നെ സം ഓഫ് ബി എന്ന് പറഞ്ഞാൽ B+5. അത് ഇവിടെ ഇത് റിട്ടേൺ ചെയ്ത് B+5 ഇവിടെ ഡിനോമിനേറ്ററിന് കിട്ടും. ഇനി ഫൈനൽ ആൻസർ എന്ന് ഉദ്ദേശിക്കുന്നത് ആൻസർ ഇസ് ഈക്വൽ ടു സ്ക്വയർ ബൈ ഡിനോമിനേറ്റർ. സ്ക്വയർ എന്ന് പറഞ്ഞാൽ B², ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ B+5. അത് കിട്ടി. റിട്ടേൺ ആൻസർ ഇത് റിട്ടേൺ ചെയ്യുന്നു. അതോടുകൂടി ആൻസർ ഇവിടെ പ്രിന്റ് ചെയ്ത് തരുന്നു. അതായത് ഇൻപുട്ട് ഇപ്പൊ 2 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും നോക്കാം. ഇവിടെ നോക്കുമ്പോ ഇത് ആദ്യം തന്നെ ഒരു എൻ്റർ ദ നമ്പർ, എന്റെ വാല്യൂ 2, ബി ഈസ് ഈക്വൽ ടു ഓപ്പറേഷൻ ഇൻ 2. ആ ഓപ്പറേഷൻ നോക്കാം. അപ്പൊ ഇവിടെ നിന്ന് അത് ഇങ്ങോട്ട് പോയി, ഫ്ലോട്ട് ഓപ്പറേഷൻ. ബീന് അപ്പൊ വാല്യൂ കിട്ടിയേക്കണത് 2. ഇനി ഇൻഡ് സ്ക്വയർ അതൊക്കെ വേരിയബിൾസ്. SQ is equal to B*B. ഇവിടെ B*B 2*2 അതായത് 4. സ്ക്വയറിന് 4 കിട്ടി. ഡിനോമിനേറ്റർ is equal to sum of 2. സം എന്ന് ഉദ്ദേശിച്ചേക്കുന്നത് ഇനി ആ ഫംഗ്ഷനിലേക്ക് പോയി. സം എന്ന് ഉദ്ദേശിച്ചേക്കുന്നത് എന്താണ് 2 + 5 7. അപ്പൊ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 7. അതായത് DEN is equal to 7. ആൻസർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ബൈ ഡിനോമിനേറ്റർ. സ്ക്വയർ എന്ന് ഉദ്ദേശിച്ചത് നേരത്തെ പറഞ്ഞ പോലെ 4. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ 7, 2/7. എന്നിട്ട് ആൻസർ റിട്ടേൺ ചെയ്യുന്നു 2/7. അപ്പൊ ഇവിടെ പ്രിന്റ് ചെയ്യണത്, അപ്പൊ അതോടുകൂടി ഓപ്പറേഷൻ കഴിഞ്ഞ് ആ അടുത്ത സ്റ്റേറ്റ്മെന്റ് ബി പ്രിന്റ് ചെയ്യുക. അപ്പൊ ബി പ്രിന്റ് ചെയ്യുന്നതോടുകൂടി ഇൻപുട്ട് 2 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് 4/7 എന്ന് കിട്ടും.
ഇനി ഒരു പ്രോഗ്രാം നോക്കാം. ആദ്യം തന്നെ ഈ പ്രോഗ്രാം നേരത്തെ പറഞ്ഞ അതേ ഫങ്ഷൻസ് ആണ് ചെയ്യേണ്ടത്. ഇന്റെ മെയിനിൽ സ്റ്റാർട്ട് ചെയ്ത് 4 വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇന്റെ എ ബി സി സമ്മും പിന്നെ പ്രിന്റ് ചെയ്തു. എൻ്റർ ദ 3 നമ്പേഴ്സ് എന്ന് പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞ് 3 നമ്പേഴ്സ് യൂസർ ടൈപ്പ് ചെയ്യാൻ വെയിറ്റ് ചെയ്യും. 3 എണ്ണം ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ വേരിയബിൾ സം ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന വാല്യൂ എന്ന വാല്യൂ സമ്മിന് കിട്ടും. പ്രിന്റ് എന്നിട്ട് ആ വാല്യൂ സമ്മിന് പ്രിന്റ് ചെയ്യും. അതായത് നേരത്തെ എടുത്ത വാല്യൂ പോലെ 5 3 2 ആണെന്നുണ്ടെങ്കിൽ പ്രിന്റ് സമ്മ് ആദ്യം വരുമ്പോൾ 8 ആകും. എന്നിട്ട് അത് പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞ് സം ഇസ് ഈക്വൽ ടു സം പ്ലസ് സി. ഇവിടെ സം 8 ആണ്, 8 പ്ലസ് 2 ഇത് 10 ആണ്, അതും പ്രിന്റ് ചെയ്യും. എന്നിട്ട് പ്രിന്റ് എഫ് അതായത് ഈ സമ്മ് പ്രിന്റ് ചെയ്തതോടുകൂടി ഈ പ്രോഗ്രാം കഴിഞ്ഞു. ഈ പ്രോഗ്രാമിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. ഈ പ്രോഗ്രാമിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം വളരെ ഈസിയാണ്. പക്ഷെ ഇതേപോലത്തെ വലിയ വലിയ പ്രോഗ്രാം വരുമ്പോൾ ഇത് പിന്നെയും ബൾക്കി ആയി കൂടുതൽ ഒരു ഇത്തിരി സ്പേസിൽ, അതായത് പിന്നെ ഒരു പ്രോഗ്രാമർ നോക്കുമ്പോൾ ഇത് തിരുത്താനും ഇതിനൊക്കെ ഭയങ്കര പാടായിരിക്കും. ഇപ്പൊ ഒരു തെറ്റുണ്ടെങ്കിൽ തന്നെ കണ്ടുപിടിക്കാനും ഭയങ്കര പാടായിരിക്കും. ഇതിനാണ് നമ്മൾ ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത്. NSSന്റെ ഈ പ്രൊജക്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നന്ദി.